അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എൻ്റെ ബ്രദർ എനിക്ക് കുറച്ച് സാധനങ്ങൾ ദുബായിൽ നിന്ന് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൊട്ടിക്കാൻ തന്നെ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വെച്ചാൽ എനിക്കൊരു മനസ്സുഖം, കാണുന്നത് നിങ്ങൾക്കൊരു മനസ്സുഖം. അപ്പോൾ ഭയങ്കര ഒരു കുഞ്ഞു പെട്ടിയാണെങ്കിൽ ഭയങ്കര വെയിറ്റ് ഉണ്ടായിരുന്നു. അതിനകത്തെല്ലാം കൂടെ എല്ലാം കുത്തി നിറച്ച് കൊടുത്തു വിട്ടേക്കുവാണ്. ആദ്യം എനിക്ക് ഈ സ്ഥലത്തിരുന്നിട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാൻ താഴെ ചെന്നിരിക്കുകയെന്ന് വെച്ചാൽ അതാകുമ്പോൾ നമുക്ക് സാധനങ്ങൾ എടുത്തിട്ട് താഴെ തന്നെ വെക്കാമല്ലോ, അങ്ങനെ. അപ്പം ഇത് പാക്ക് ചെയ്തേക്കുന്നത് നീ ഒരിക്കലും ഈ പെട്ടി പൊട്ടിച്ച് നോക്കരുതടി എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ് ഈ ഒരു സംഭവം പാക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ ഞാൻ ഒരു 1/2-3/4 മണിക്കൂർ എടുത്തിട്ട് പെട്ടി പൊട്ടിച്ച് നോക്കി. അപ്പം ഭയങ്കര വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ പെട്ടിക്ക് കുഞ്ഞു പെട്ടിയാണെങ്കിലും നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇതിനകത്ത് ആദ്യം തന്നെ ഇരുന്നത് നല്ല കളർഫുള്ളായിട്ടുള്ളൊരു സ്പ്രേ ബോട്ടിൽ ആയിരുന്നു. ഇതിൻ്റെ കവറിന് തന്നെ ഒരു മണം ഉണ്ടായിരുന്നു, അങ്ങനെ ഞാൻ പൊട്ടിച്ച് നോക്കി. ഞാൻ ഈ കള്ളന്മാരകളൊക്കെ സംസാരിക്കുന്നത് ഞാൻ ട്രെയിനിൽ ഇരുന്നാണ് വോയിസ് ഓവർ ചെയ്യുന്നത്. നാട്ടുകാരൊന്നും ഇറങ്ങി ഓടണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇത്രയും പാവം കൊച്ചിനെ പോലെ ചെയ്യുന്നതും വോയിസ് കൊടുക്കുന്നത്. എൻ്റെ പെട്ടി ഇത് പുറത്ത് തന്നെ നല്ല മണം ഉണ്ടായിരുന്നു. പിന്നെ അകത്ത് അച്ഛന് വേണ്ടിയാണ്, അച്ഛൻ്റെ കൈ വെട്ടും, അതുകൊണ്ട് ഞാനിത് അടിച്ച് നോക്കാൻ നിന്നില്ല. നല്ല മണമുണ്ട്, ലക്ഷറി പാക്കിംഗ് ആയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഇതിൻ്റെ രണ്ട് മൂന്ന്, അതായത് ഇതിനകത്ത് മൊത്തം സ്പ്രേ തന്നെയാണ്. അതിൻ്റെ കൂടെ തന്നെ വേറൊരു സ്പ്രേയും ഉണ്ടായിരുന്നു. ഇത് അറബിലാണ് എഴുതിയിരിക്കുന്നത്, അതുകൊണ്ട് ഇതിനകത്ത് എന്തൊക്കെയാണ് എന്ന് എനിക്കറിയത്തില്ല. ഇങ്ങനത്തെ സ്മെല്ലാണെന്നും എനിക്കറിയത്തില്ല. ഇത് ഞാനിപ്പോൾ കണ്ടതാണ് ഗൈസ്. പിന്നെ എൻ്റെ കൈ പോലും ഇത് ഞാൻ കണ്ണുകൊണ്ടുപോലും ഇത് കണ്ടിട്ടില്ല. അച്ഛൻ ഇവിടെ ഒളിപ്പിച്ച് വെച്ചേക്കുവാണ്. ഇങ്ങനത്തെ സാധനമൊന്നും അച്ഛൻ ഉപയോഗിക്കത്തില്ല, അച്ഛനെ ഒളിപ്പിച്ച് എവിടെയെങ്കിലും വെച്ചേക്കും. പിന്നെ എനിക്കുള്ള സാധനം ഇത് എനിക്ക് ലോട്ടസിൻ്റെ ഒരു ക്രീമാണ്, ഫേസ് വാഷാണെന്ന് ഓർമ്മയില്ല. വൈറ്റ് ഗ്ലോൻ്റെ ക്രീമാണ്. പിന്നെ ഒരു വിറ്റാമിൻ സിയുടെ 28 ക്യാരറ്റ് ഗോൾഡ് വരുന്ന ഒരു സെറമാണ് വിറ്റാമിൻ സിയുടെ. പിന്നെ ഞാൻ സ്പെഷ്യലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ബൗണ്ടി കൊടുത്തു വിടണമെന്ന്. അങ്ങനെ ബൗണ്ടി കൊടുത്തു വിട്ടിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എനിക്ക് വേണ്ടിയിട്ട് ലോറിയൽ പാരീസിൻ്റെ കണ്ടീഷണറും ഷാമ്പൂ. ഇത് ഷാമ്പൂ അല്ല, ഇത് കണ്ടീഷണറായിരുന്നു. ഇതാണ് ഷാമ്പൂ. ഇതിപ്പോൾ എൻ്റെ കയ്യിരിക്കുന്നതാണ് ഷാമ്പൂ. ഇതൊക്കെ ഞാൻ ഇത് കണക്കന്നെ സെയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്, കാരണം ഞാൻ പഞ്ചാബി പോകുമ്പോൾ ഇത് കണക്കന്നെ കൊണ്ടുപോകാനായിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. പിന്നെ പിസ്ത, ഇത് മറ്റേ സോൾട്ടഡ് പിസ്തയാണ്. ഞാൻ ചേച്ചി എന്തായാലും കൈ കിട്ടി അപ്പം തന്നെ പൊട്ടിച്ച് നോക്കി തിന്നാന്ന്, കാരണം പിന്നെ എൻ്റെ കൈ കിട്ടത്തില്ല. ഇവർ ഈ തള്ളേ തന്നേ എന്ത് ചെയ്യുന്നറിയോ, ഇതെല്ലാം കൊണ്ട് എടുത്തിട്ടും ഒളിപ്പിച്ച് വയ്ക്കും. അതായത് ചീത്തയായിട്ട് കളഞ്ഞാൽ ലക്ഷറി സാധനമെന്ന് പറഞ്ഞ് ഒളിപ്പിച്ച് വയ്ക്കും. അതാണ് പ്രശ്നം. ഞാനാണെങ്കിൽ ഒറ്റയിരിപ്പിരുന്ന് തിന്നും, അതുകൊണ്ട് അതെനിക്കറിയാം. അതുകൊണ്ട് ഇപ്പോൾ ഒരെണ്ണം തിന്ന് നോക്കി. ചുമ്മാതാണ് കൈസ്, എനിക്ക് തരും അവർ, കുറച്ചെടുത്ത് തരും. കുറച്ച് തിന്നാൻ പറയില്ലെങ്കിൽ വണ്ണം വയ്ക്കും. അങ്ങനെ ഞാനിരുന്ന് ഒരു 5 എണ്ണം ഒറ്റയിരിപ്പിരുന്നങ്ങ് തിന്ന് അപ്പം അടുത്തത് അൺബോക്സ് ചെയ്യാനുള്ളൊരു ഊർജ്ജവും കിട്ടുമല്ലോ. അങ്ങനെ ഇതെന്താ തീരാത്ത, അതിൻ്റെ അകത്ത് വീണ് പോയി കേട്ടോ. അകത്തു നിന്നൊക്കെ എടുത്ത് തിന്നുവാണ്. പിന്നെ പെട്ടിയല്ലേ, എൻ്റെ കുഴപ്പമില്ല. അപ്പം അടുത്ത സാധനം അമ്മയ്ക്കും അച്ഛനും ഷാമ്പൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് 2 in 1 ആണ്. ഷാമ്പൂ വിത്ത് കണ്ടീഷണർ ഒരുമിച്ച് വരുന്നതാണെന്ന് തോന്നുന്നു. ഞാൻ വായിച്ച് നോക്കുകയാണ് ഏതാണ് ഷാമ്പൂ ഏതാണ് കണ്ടീഷണർ എന്ന്. പിന്നെ റാഫലോടെ കോക്കനട്ട് കോട്ടഡായിട്ടുള്ള ചോക്ലേറ്റ് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ഇത് അത്ര എനിക്കിഷ്ടമല്ല, ഞാൻ ഒരെണ്ണം കണ്ടേ കഴിച്ചുള്ളൂ. ബൗണ്ടി ആണ് എനിക്ക് ഇഷ്ടം. പിന്നെ നല്ലതായിരുന്നു കേട്ടോ, ഇതും കൊള്ളായിരുന്നു. അകത്ത് മറ്റേ വൈറ്റ് ചോക്ലേറ്റൊക്കെ കട്ടിയായിട്ട് ഇരിക്കുന്ന ഒരു സംഭവമാണ്, അടിപൊളിയാണ്. പിന്നെ ഇത് ലോട്ടസിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസർ, ഇത് ഞാൻ കുറേ ആൾക്കാർ ഉപയോഗിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ മേടിച്ച സാധനമാണ് കേട്ടോ. പിന്നെയും ഒരു സ്പ്രേ. ഈ സ്പ്രേ എല്ലാ അച്ഛന് വേണ്ടിയിട്ടാണ്. ഇതൊന്നും എനിക്ക് പൊട്ടിച്ചു നോക്കാനുള്ള അവകാശം പോലും ഇല്ല. പിന്നെ മറ്റേത് നല്ല പാക്കേജിങ് ആയതുകൊണ്ട് പൊട്ടിച്ചിട്ട് ഞാൻ അത് കണക്ക് തന്നെ വെച്ച്. പിന്നെ മറ്റേ നമ്മളുടെ മസാല ഒക്കെ കോട്ട് ചെയ്ത കാഷ്യൂ നട്ട്സാണ് കൊണ്ടുവന്നേക്കുന്നത്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ പെട്ടി പൊട്ടിക്കൽ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ശരി, ബൈ.